തമിഴ്നാട്ടില് വമ്പന് പ്രഖ്യാപനങ്ങളുമായി സി ജോസഫ് വിജയ് സർക്കാര്. വർഷത്തില് 3 LPG ഗ്യാസ് സിലിണ്ടര് സൗജന്യമായി നൽകുമെന്നതാണ് ഒരു പ്രഖ്യാപനം. അന്നപൂർണി സൂപ്പർ 6 പദ്ധതിയുടെ ഭാഗമാണിത്. ഏകദേശം 4000 കോടി രൂപ വാർഷിക ബജറ്റ് ചെലവ് പ്രതീക്ഷിക്കുന്നതാണ് ഈ പദ്ധതി. സംസ്ഥാനത്തെ 1.30 കോടിയിലധികം കുടുംബങ്ങൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുമെന്ന് മുഖ്യമന്ത്രി വിജയ് പറഞ്ഞു. നിയമസഭയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ യാത്രക്കാർക്കുമുള്ള സൗജന്യ ബസ് യാത്രാ പദ്ധതി വിപുലീകരിച്ചതാണ് മറ്റൊരു പ്രഖ്യാപനം. യാത്രാ പദ്ധതി കൂടുതൽ വ്യാപിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. വെട്രി പയണം എന്നാണ് പദ്ധതിയുടെ പേര്. യാത്രാ പദ്ധതി വിപുലീകരിച്ചതോടെ മെട്രോപൊളിറ്റൻ നഗരകേന്ദ്രങ്ങളില് സർവീസ് നടത്തുന്ന എക്സ്പ്രസ്, ലിമിറ്റഡ് സ്റ്റോപ്പ് സർവീസ്, ഡീലക്സ് സർക്കാർ ബസ്സുകളില് സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും സൗജന്യമായി യാത്ര ചെയ്യാം. ഓർഡിനറി ബസ്സുകളിലും ഈ ആനുകൂല്യം ലഭ്യമാകും. പദ്ധതി നടപ്പിലാക്കുന്നതിന് പ്രതിവർഷം 6000 കോടി രൂപയാണ് പ്രതീക്ഷിക്കുന്നത്. ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ 2 പദ്ധതികൾ നടപ്പിലാകും. 1 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അതേസമയം പരന്തൂര് എയർപോർട്ട് പദ്ധതി സർക്കാർ ഉപേക്ഷിച്ചു. കർഷകരുടെ അടക്കം വ്യാപക പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിലാണ് സർക്കാരിന്റെ തീരുമാനം. ചെന്നൈയില് നിന്ന് 60 കിലോമീറ്റർ അകലെയുള്ള പരന്തൂരില് DMK സർക്കാരായിരുന്നു പദ്ധതി പ്രഖ്യാപിച്ചത്. ഈ പദ്ധതി ഉപേക്ഷിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ജനങ്ങൾക്ക് എതിർപ്പില്ലാത്ത ഒരിടത്ത് പുതിയ വിമാനത്താവളം സ്ഥാപിക്കുമെന്നും വിജയ് വ്യക്തമാക്കി. വിദഗ്ധ സംഘങ്ങള് വിമാനത്താവളത്തിനായുള്ള സാധ്യതകള് വിശദമായി പരിശോധിക്കും. ഇതിനുശേഷമായിരിക്കും സ്ഥലം തീരുമാനിക്കുകയെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പദ്ധതി വേണ്ടെന്ന് വെക്കുന്നതോടെ വലിയൊരു വിഭാഗം ജനങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതില് നിന്ന് തടയാന് സാധിക്കും. പ്രദേശത്തെ കൃഷിഭൂമി സംരക്ഷിക്കാന് കഴിയുമെന്നും വിജയ് പറഞ്ഞു. വിമാനത്താവളത്തിനായി ജനസാന്ദ്രതയുള്ള പ്രദേശം തെരഞ്ഞെടുത്ത DMK സർക്കാരിനെ വിജയ് രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു.